ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 2024 മർത്തമറിയം വനിതാ സമാജം കേന്ദ്ര പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന ഏവർക്കും ഈ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. അധ്യായം 4 ക്രിസ്തു എന്ന മഹാപുരോഹിതൻ്റെ ബലിയുടെ സവിശേഷതകൾ. നാം 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ പുത്രനായ ക്രിസ്തു ആരാണ്? അദ്ദേഹം ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ്റെ സവിശേഷതകൾ നാം 3-ാം അധ്യായത്തിൽ പഠിച്ചു കഴിഞ്ഞു. 4-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ അർപ്പിക്കുന്ന ബലികൾ, അവയുടെ സവിശേഷതകൾ എന്തൊക്കെയെന്നാണ് എബ്രായർ 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ പ്രതിപാദിക്കുന്നത്. അതുതന്നെയാണ് 4-ാം അധ്യായത്തിൽ നാം കാണുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്കൊരു യാത്ര നടത്താം. വിശുദ്ധ വേദപുസ്തകം, ആ ഗ്രന്ഥം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. പഴയ നിയമമാകട്ടെ ക്രിസ്തുവിനെക്കുറിച്ച് പ്രവചിക്കുന്നു. സുവിശേഷങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ ചരിത്രം വെളിപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവർത്തികളിൽ ക്രിസ്തു പ്രസംഗിക്കപ്പെടുന്നു. ലേഖനങ്ങളിൽ അവനെ വ്യാഖ്യാനിച്ച് വിശദീകരിക്കുന്നു. വെളിപാട് പുസ്തകം ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശ വെളിപ്പെടുത്തുന്നു. എബ്രായർ ലേഖനമാകട്ടെ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ്റെ ശ്രേഷ്ഠത വെളിവാക്കുന്നു. ക്രിസ്തു ബലിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് ഈ പാഠഭാഗത്തിൽ വിശദമാക്കുന്നത്. ക്രിസ്തു മഹിമാസനത്തിൽ ഇരിക്കുന്നവൻ. ക്രിസ്തു സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു പക്ഷപാതം ചെയ്യുന്ന മഹാപുരോഹിതനാകുന്നു എന്ന് നാം 3-ാം അധ്യായത്തിൽ കണ്ടു കഴിഞ്ഞു. സമാഗമന കൂടാരത്തിലെ തിരുനിവാസം സ്വർഗത്തിൻ്റെ മഹിമാസനത്തിൻ്റെ നിഴലാണ്. മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ മാത്രമേ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ അനുവാദമുള്ളായിരുന്നു. അവിടെ അദ്ദേഹത്തിന് ഇരിക്കുവാൻ സാധ്യമായിരുന്നില്ല. യാഗം അർപ്പിക്കുക എന്നൊരു ദൗത്യത്തിന് ശേഷം അവിടെ നിന്ന് പിന്മാറേണ്ടതായിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവാകട്ടെ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് സദാ പക്ഷപാതം ചെയ്യുന്നു. അതുകൊണ്ട് അവൻ അഹറോനേക്കാൾ ശ്രേഷ്ഠനാകുന്നു. പഴയ നിയമ ബലികളേക്കാൾ ശ്രേഷ്ഠമാണ് പുതിയ ബലികൾ. പുതിയ നിയമത്തിലെ ബലി എന്ന് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമാകുന്നു. സ്വർഗാരോഹണത്തിനു ശേഷം ക്രിസ്തു മഹിമാസനത്തിൽ ഇരിക്കുന്നു എന്ന പരാമർശത്തിലൂടെ മനുഷ്യത്വത്തിന് കൈവന്ന ഔന്നത്യത്തെ ആണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. പഴയ നിയമം ക്രിസ്തുവിനെ പ്രവചിക്കുന്നു. സുവിശേഷങ്ങൾ ക്രിസ്തുവിൻ്റെ ചരിത്രം വെളിപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവർത്തികൾ ക്രിസ്തു പ്രസംഗിക്കപ്പെട്ടു. ലേഖനങ്ങൾ ക്രിസ്തുവിനെ വ്യാഖ്യാനിച്ച് വിശദീകരിക്കുന്നു. വെളിപാട് പുസ്തകം ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശ വെളിപ്പെടുത്തുന്നു. എബ്രായർ ലേഖനം ക്രിസ്തു എന്ന മഹാപുരോഹിതൻ്റെ ശ്രേഷ്ഠത വെളിവാക്കുന്നു. സമാഗമന കൂടാരത്തിലെ തിരുനിവാസം സ്വർഗത്തിലെ മഹിമാസനത്തിൻ്റെ ഡാഷായിരുന്നു, നിഴലായിരുന്നു. മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നത് ആണ്ടിൽ എത്ര പ്രാവശ്യമാണ്? ഒരിക്കൽ മാത്രം. ക്രിസ്തു അഹറോനേക്കാൾ ശ്രേഷ്ഠനാകുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് സദാ പക്ഷപാതം ചെയ്യുന്നു എന്നതുകൊണ്ട്. ക്രിസ്തു മഹിമാസനത്തിൽ ഇരിക്കുന്നു എന്ന പരാമർശം സൂചിപ്പിക്കുന്നത് എന്ത്? മനുഷ്യത്വത്തിന് കൈവന്ന ഔന്നിത്യം. രണ്ടാമതായി, ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഭൗമിക ക്രമം അനുസരിച്ചുള്ളതല്ല, അത് സ്വർഗോന്നതങ്ങളിലേക്കുള്ള ശുശ്രൂഷയാണ് എന്ന് കാണാം. അതിൻ്റെ അടിസ്ഥാനം പുതിയതും നിത്യവുമായ ഒരു ഉടമ്പടിയിന്മേലാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ. പഴയ പൗരോഹിത്യം പഴയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റേത് പുതിയ ഉടമ്പടിയിൽ അധിഷ്ഠിതമാണ്. ആദ്യത്തെ ഉടമ്പടി പൂർണ്ണമായിരുന്നില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ക്രിസ്തുവിലൂടെയാണ് പുതിയ ഉടമ്പടി പൂർണ്ണമായത്. പ്രവാചകന്മാരിൽ കൂടി വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന പുതിയ ഉടമ്പടി ക്രിസ്തുവിലൂടെ നിറവേറ്റപ്പെടുകയായിരുന്നു. പുതിയ നിയമം മനുഷ്യൻ്റെ ഹൃദയങ്ങളിലാണ് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിലെ മോശയുടെ ന്യായപ്രമാണത്തിൽ നാം കാണുന്നു, പഴയ നിയമത്തിൻ്റെ ഉടമ്പടികളൊക്കെ എഴുതിയത് കൽപ്പലകമേലായിരുന്നു എന്ന്. എന്നാൽ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടികൾ എഴുതപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലാണ്, മനുഷ്യ ഹൃദയങ്ങളിലാണ്.
ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ഭൗമിക ക്രമം അനുസരിച്ചുള്ളതല്ല. എന്തുകൊണ്ട്? അത് പുതിയതും നിത്യവുമായ ഉടമ്പടിയിന്മേലാണ്. പുതിയ ഉടമ്പടി ആവശ്യമായി വന്നത് എന്തുകൊണ്ട്? പഴയ ഉടമ്പടി പൂർണ്ണമല്ലാതിരുന്നതുകൊണ്ട്. പഴയ നിയമം എഴുതപ്പെട്ടത് എവിടെ? കൽപ്പലകമേൽ. പുതിയ നിയമം എഴുതപ്പെട്ടത് എവിടെ? മനുഷ്യഹൃദയത്തിൽ. ഇരമ്യാവ് 31:31. പഴയ നിയമം സ്ഥാപിക്കപ്പെട്ടതെങ്ങനെ? കാളകളുടെ രക്തത്താൽ. പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ടതെങ്ങനെ? ക്രിസ്തു സ്വന്തം രക്തം ചൊരിഞ്ഞ്. അതായി പുതിയ നിയമത്തിൻ്റെ സവിശേഷതകൾ. പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും താരതമ്യം ചെയ്തുകൊണ്ട് പുതിയ നിയമത്തിൻ്റെ ഉടമ്പടികൾക്കുള്ള സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കുകയാണ് ഈ അധ്യായങ്ങളിലൂടെ ചെയ്യുന്നത്. മനുഷ്യനായ ദൈവപുത്രനാണ് വിശേഷതയേറിയ വാഗ്ദത്തങ്ങളാൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. പുതിയതിൻ്റെ കർത്താവും മധ്യസ്ഥനും ക്രിസ്തുവാണ്. പഴയ നിയമത്തിൽ മൃഗങ്ങളുടെ രക്തത്താലാണ് ബലികൾ സ്ഥാപിക്കപ്പെട്ടതെങ്കിൽ, അല്ലെങ്കിൽ പഴയ നിയമം സ്ഥാപിക്കപ്പെട്ടതെങ്കിൽ, ക്രിസ്തു സ്വന്തം രക്തം ചൊരിഞ്ഞാണ് പുതിയ നിയമം സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ അനുതപിക്കുന്നവർക്ക് ക്ഷമയുടെ മോചനവും ലഭ്യമാണ്. സ്വന്തം രക്തത്താൽ പാപങ്ങളെ കഴുകി പുതിയ നിയമം സ്ഥാപിച്ചുവെങ്കിൽ അനുതപിക്കുന്നവർക്ക് വേണ്ടി ക്ഷമയുടെ പാപമോചനം നൽകുവാനും ക്രിസ്തുവിന് കഴിയും. പാപങ്ങൾ ക്ഷമിക്കപ്പെടാതെ നമുക്ക് പുതിയ സൃഷ്ടിയാകുവാൻ കഴിയുകയില്ല എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള താരതമ്യത്തിലൂടെ പുതിയ ഉടമ്പടിയുടെ ഔന്നത്യം എത്തരത്തിലാണ് എന്ന് ഉയർത്തിക്കാട്ടുന്നു. 9-ാം അധ്യായത്തിൽ പഴയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായ ഭൗമിക ആരാധനയും പുതിയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായ സ്വർഗീയ ആരാധനയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ്. 8-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ സ്ഥാപിക്കുന്നത് തന്നെ പുതിയ ഉടമ്പടിയുടെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ്. ഉടമ്പടി എന്ന വാക്കിന് എബ്രായർ ഭാഷയിൽ ബെരീത്ത് എന്നും ഗ്രീക്കിലും സുറിയാനിലും ദിയാതീക്കി എന്നും വിശേഷിപ്പിക്കുന്നു. ഉയർന്നവനും താഴ്ന്നവനും തമ്മിലുള്ള ഉടമ്പടിയാണ് ബെരീത്ത് എന്നും ദിയാതീക്കി എന്നും പറയുന്നത്. സമന്മാർ തമ്മിലുള്ള ഉടമ്പടിയാണ് സുന്ദീക്കി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. വിശുദ്ധ വേദപുസ്തകമാകട്ടെ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഉടമ്പടിയാണ്. ഇസ്രായേലിയരെ ദൈവം കാത്തു സൂക്ഷിക്കുമെന്ന ഉറപ്പായിരുന്നു പഴയ ഉടമ്പടി. പുതിയ നിയമത്തിൽ മനുഷ്യഹൃദയത്തിലാണ് അവ എഴുതപ്പെട്ടത്. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 31:31 വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തുവിൻ്റെ നിയമം, ക്രിസ്തുവിൻ്റെ പുതിയ നിയമ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടത് മനുഷ്യൻ്റെ ഹൃദയങ്ങളിലാണ് എന്നുള്ളത്. ഇത് ചിന്തിക്കുമ്പോൾ പുതിയ നിയമ ഉടമ്പടിയുടെ സവിശേഷതകൾ നമുക്ക് ക്രോഡീകരിക്കുവാൻ കഴിയും. ഒന്നാമതായി ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തിയതായിരുന്നു പുതിയ നിയമ ഉടമ്പടി. 2 ദൈവവും മനുഷ്യനുമായി ആത്യന്തിക ബന്ധം സ്ഥാപിക്കുന്നതിനായിരുന്നു. 3 മനുഷ്യഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ആ ഉടമ്പടി സ്ഥാപിക്കുകയും നിർവഹിക്കുകയും ചെയ്തു. 4 പഴയ നിയമത്തിൽ മനഃപൂർവ്വമായി ചെയ്യുന്ന ലംഘനങ്ങൾ ക്ഷമ ലഭിക്കില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അനുതപിക്കുന്നവർക്ക് ക്ഷമയും പാപമോചനവും ലഭ്യമാകുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ക്രിസ്തു സ്വന്തം രക്തത്താൽ പുതിയ നിയമം സ്ഥാപിച്ചതുകൊണ്ട് നമുക്കുള്ള പ്രയോജനമെന്ത്? അനുതപിക്കുന്നവർക്ക് ക്ഷമയുടെ മോചനം ലഭ്യമാക്കുന്നു. പുതിയ ഉടമ്പടിയുടെ ഔന്നത്യം ഉയർത്തിക്കാട്ടുന്ന എബ്രായർ 8-ാം അധ്യായം. 9-ാം അധ്യായത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം പഴയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായ ഭൗമിക ആരാധനയും പുതിയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായ സ്വർഗീയ ആരാധനയും തമ്മിലുള്ള താരതമ്യം. ഉടമ്പടി എന്ന വാക്കിന് ഉപയോഗിക്കുന്ന എബ്രായർ പദം ബെരീത്ത്. ഉടമ്പടി എന്ന വാക്കിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് സുറിയാനി പദം ദിയാതീക്കി. ബെരീത്ത് എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥം? ഉയർന്നവനും താഴ്ന്നവനും തമ്മിലുള്ള ഉടമ്പടി. സമന്മാർ തമ്മിലുള്ള ഉടമ്പടിക്ക് പറയുന്ന പേര് സുന്ദീക്കി. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഉടമ്പടിക്ക് സ്ഥാപിക്കുന്നത് എവിടെ? വിശുദ്ധ വേദപുസ്തകത്തിൽ. പുതിയ നിയമ ഉടമ്പടിയുടെ സവിശേഷതകൾ എന്തെല്ലാം?
ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരുന്നു. ദൈവവും മനുഷ്യനുമായി ആത്യന്തിക ബന്ധം സ്ഥാപിക്കുന്നതായിരുന്നു. മനുഷ്യഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ആ ഉടമ്പടി സ്ഥാപിക്കുകയും നിർവഹിക്കുകയും ചെയ്യുന്നു. അനുദപിക്കുന്നവർക്ക് ക്ഷമയും മോചനവും ലഭ്യമാക്കുന്നു. പുതിയ നിയമ ആരാധനയുടെ ശ്രേഷ്ഠത എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി പഴയ നിയമ ആരാധന എപ്രകാരമാണ് എന്ന് ചിന്തിക്കണം. പഴയ നിയമത്തിലെ സമാഗമന കൂടാരമായിരുന്നു ദൈവ ആരാധനയ്ക്ക് വേണ്ടി മോശ വഴി ഇസ്രായേലിയർക്ക് നൽകിയത്. ഈ സമാഗമന കൂടാരത്തിൽ 2 സ്ഥലങ്ങളുണ്ട്, വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും. ലേവ്യ പുരോഹിതൻ നിത്യവും വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം അതിവിശുദ്ധ സ്ഥലത്ത് പാപപരിഹാര ദിനത്തിലെ ധൂപയാഗത്തിനു വേണ്ടി പ്രവേശിക്കുമായിരുന്നു. എബ്രായർ ലേഖകൻ്റെ വീക്ഷണത്തിൽ ഈ അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ധൂപപീഠം എന്നത് പുതിയ നിയമത്തിൽ വന്നപ്പോൾ അത് ക്രിസ്തുവിൻ്റെ ബലി അർപ്പണത്തിൻ്റെ പ്രതീകമാണ്. വിശുദ്ധ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന 2 വസ്തുക്കളാണ് സ്വർണ്ണ നിർമ്മിതമായ 7 ശിഖരങ്ങളുള്ള നിലവിളക്കും കാഴ്ചയപ്പം വെച്ചിരിക്കുന്ന മേശയും. 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 12 അപ്പങ്ങൾ മേശമേൽ വയ്ക്കുകയും പുരോഹിതന്മാർ ശാബത തോറും അത് മാറ്റുകയും ചെയ്യുമായിരുന്നു. ഇവിടെ നിലവിളക്ക് പ്രകാശത്തിൻ്റെയും കാഴ്ചയപ്പം ജീവൻ്റെയും പ്രതീകങ്ങളായിരുന്നു. സഭയിൽ ഇന്ന് ലഭ്യമാകുന്ന പരിശുദ്ധാത്മദാനത്തിൻ്റെയും വിശുദ്ധ കുർബാനയുടെയും മുൻകുറിയാണ് ഈ പറയുന്ന നിലവിളക്കും കാഴ്ചയപ്പവും ഒക്കെ. പഴയ നിയമത്തിലെ ബലി അനുഷ്ഠാനങ്ങൾക്കും ചട്ടങ്ങൾക്കും പ്രമാണങ്ങൾക്കും പൂർണ്ണമായ വീണ്ടെടുപ്പ് സാധ്യമായിരുന്നില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ യാഗം അത് ഒരിക്കൽ എന്നേക്കുമായി പൂർണ്ണമാക്കി. പഴയ നിയമം കാളകളുടെ രക്തം ചൊരിഞ്ഞ് പ്രതിഷ്ഠിച്ചുവെങ്കിൽ അത് താൽക്കാലികം മാത്രമായിരുന്നു. എന്നാൽ ക്രിസ്തു സ്വന്തം രക്തം ചൊരിഞ്ഞ് പുതിയ നിയമം സ്ഥാപിച്ചതിനാൽ അത് നിത്യമാണ്. പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. സ്വന്തം രക്തം നൽകി രക്ഷ സാധ്യമാക്കിയതും രക്തം ചൊരിയാതെ വിമോചനമില്ല എന്നതും ലേഖകകർത്താവിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. ആ പ്രമാണങ്ങളെ മുൻനിർത്തിയാണ് പുതിയ നിയമ ബലി എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നത്. ഉദാഹരണത്തിലൂടെ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തും മഹിമാസനത്തിൽ ഇരിക്കുന്നതായിട്ടും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതായിട്ടും നാം മനസ്സിലാക്കി. ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാനുള്ള പ്രത്യാശയും ധൈര്യവും അത് നമുക്ക് പകർന്നു തരുന്നു. യേശു ക്രിസ്തു ജീവനുള്ള പുതുവഴിയും ക്രിസ്തുവിൻ്റെ യാഗം സമ്പൂർണവും ആയിരുന്നു. വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുക എന്നതാണ് എബ്രായർ 10:25 പ്രതിപാദിക്കുന്നത്. ഈ പ്രതിപാദന വിഷയം നമ്മളെ ഒത്തിരി കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായി, ക്രിസ്തുവിൻ്റെ മരണവും പുനരുദ്ധാനവും മൂലം നമുക്ക് യഥാർത്ഥ കൃപാസനമായ ദൈവസന്നിധിയിലേക്ക് പ്രവേശനം സാധ്യമായിരിക്കുന്നു. ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനാകിയാൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ അടുത്തു ചെല്ലാം. ഉറപ്പുള്ള വിശ്വാസത്തോടും നിർമ്മല മനസാക്ഷിയോടും ഹൃദയവെടുപ്പോടും കൂടി നമുക്ക് കടന്നു ചെല്ലാം. സമാഗമന കൂടാരത്തിലെ നിലവിളക്ക് എന്തിൻ്റെ പ്രതീകമാണ്? പ്രകാശത്തിൻ്റെ. സമാഗമന കൂടാരത്തിലെ കാഴ്ചയപ്പം എന്തിൻ്റെ പ്രതീകമാണ്? ജീവൻ്റെ. സഭയിൽ ലഭ്യമാകുന്ന പരിശുദ്ധാത്മദാനത്തിൻ്റെയും വിശുദ്ധ കുർബാനയുടെയും മുൻകുറിയായി വിശേഷിപ്പിക്കാവുന്നത് എന്താ? നിലവിളക്കും കാഴ്ചയപ്പവും. യേശുക്രിസ്തു ജീവനുള്ള ഡാഷും ക്രിസ്തുവിൻ്റെ യാഗം ഡാഷുമായിരുന്നു. യേശുക്രിസ്തു ജീവനുള്ള പുതുവഴിയും ക്രിസ്തുവിൻ്റെ യാഗം സമ്പൂർണവുമായിരുന്നു. എബ്രായർ 10:25 പ്രധാന പ്രതിപാദ്യ വിഷയം വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുക. വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുക എന്ന പ്രധാന പ്രതിപാദ്യ വിഷയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ: ക്രിസ്തുവിൻ്റെ മരണവും പുനരുദ്ധാനവും മൂലം നമുക്ക് യഥാർത്ഥ കൃപാസനമായ ദൈവസന്നിധിയിലേക്ക് പ്രവേശനം സാധ്യമായിരിക്കുന്നു. ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനാകിയാൽ അവിടുത്തെ സന്നിധിയിൽ ഉറപ്പുള്ള വിശ്വാസത്തോടും നിർമ്മല മനസാക്ഷിയോടും ഹൃദയവെടുപ്പോടും കടന്നു ചെല്ലാം. അകന്നു നിൽക്കുന്നവർക്കും വിശ്വാസത്യാഗികൾക്കുമുള്ള ആഹ്വാനമാണ് അടുത്തു ചെല്ലുക, അടുത്തു വരിക എന്ന വാക്യം. ക്രിസ്ത്യാനികൾ വിശ്വാസം ഏറ്റുപറയുന്ന പ്രത്യാശയുള്ളവരാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന ബോധ്യത്തിൽ ദൈവസന്നിധിയിൽ നാം വിശ്വസ്തരാകണം. സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുക. ആരാധന അനുഷ്ഠാനങ്ങളിൽ നിന്നും മാറി നിൽക്കരുത്.
വിശ്വാസത്യാഗത്തിൻ്റെ ഭയാനകതയും അതുളവാകുന്ന ശിക്ഷാവിധിയും വിസ്മരിക്കരുത്. സമ്മാനാർഹമായ ആത്മീയ ധൈര്യം പ്രാപിക്കുക. പ്രത്യാശയുടെ മൂല്യം ഉറപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിനു വേണ്ടി കാത്തിരിക്കുക. വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി നമുക്കും ക്രിസ്തുവിനെ സമീപിക്കാം. ഏവർക്കും ആശംസകൾ.